മേഘാരുടെ നായി വന്നിടുമേ. 10,000 പേരിലും സുന്ദരണ്ട. ആമേൻ. മേഘാരുടെ നായി വന്നിടുമേ. 10,000 പേരിലും സുന്ദരണ്ട. തൻ്റെ കോമളരൂപം കണ്ടാനന്ദിപ്പ. തൻ്റെ കോമളരൂപം കണ്ടാനന്ദിപ്പ. ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരവതിൻ താമസമേറെയില്ല. പ്രിയൻ വരവതിൻ താമസമേറെയില്ല. ഹല്ലേലൂയ. വൻകൃപയാൽ, ദൈവത്തിൻ്റെ വൻകൃപയാൽ വീണ്ടും നമുക്ക് വെളിപ്പാട് പുസ്തകം 22 അധ്യായം 11-12 തിരുവചനത്തിലൂടെ വീണ്ടും യാത്ര തുടരാം. ദൈവത്തിൻ്റെ വൻകൃപ നമ്മെ പരിപാലിക്കട്ടെ, നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആ വരികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അവിടെ കാണാൻ കഴിയുന്നു. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന, രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന, അത് ഞാൻ സമാധാന പ്രഭുവാണെന്ന് പറഞ്ഞ തമ്പുരാൻ കർത്താവിൻ്റെ തിരുവചനം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നാം കാതോർത്ത് കാത്തിരിക്കേണ്ട ഈ കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 7 തിരുവചനത്തിലൂടെയും നമുക്കൊന്ന് നോക്കാം. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. അവിടെ കാണാം, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുക്ക് നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ, കളവും പൊളിയും വഞ്ചനയും തട്ടിപ്പും ഒട്ടിപ്പും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വിശുദ്ധന്മാരോട് സംസാരിക്കുന്ന ജീവനുള്ള വചനമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഞാൻ മേഘാരൂഢനായി വരുന്നു. ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ശക്തനായ കർത്താവിൽ അതേ അഭയം പ്രാപിച്ച് മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പ്രകീർത്തിക്കാം. അതിനുവേണ്ടി നമുക്ക് കാതോർത്ത് കാത്തിരിക്കാം എന്ന് ഈ സമയം നാം അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം 11 തിരുവചനത്തില് പറഞ്ഞ തിരുവചനം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. അതെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു അതെ പോയതുപോലെ തന്നെ കാണാമെന്ന് വാക്ക് പറഞ്ഞ, വാഗ്ദത്തം തന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി കാതോർത്ത് കാത്തിരിപ്പാൻ നമുക്കൊരു പുതുവർഷത്തിലേക്ക് നമ്മെ തന്നെ ആനയിക്കാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് യാചിക്കാം. എങ്കിൽ മാത്രമാണ് ഈ കാലഘട്ടം നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ഏറ്റവും നമ്മളെ വഴി നടത്തുന്നു തമ്പുരാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. നമ്മുടെ കാര്യാദികളെ നോക്കുവാൻ ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ തണലില് പാവബോധവും പശ്ചാത്താപവും തരുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ തീർച്ചയായിട്ടും കരുത്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ചേർന്നിരിക്കാം. അവനോട് ഒത്തുചേർന്ന് പ്രണയിച്ചിരുന്ന് അവൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് നാൽവരങ്ങളെ നേടാൻ നമ്മെ ഈ പുതുവർഷത്തിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളോടും ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. ഈ പുതുവർഷം അതിനായി നമ്മെ നയിക്കട്ടെ എന്ന വീണ്ടും പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഊഷ്മളമായ സ്നേഹവും സന്തോഷവും സമാധാനവും ശാന്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.